ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 6 വിരാട് സ്വരൂപ വർണ്ണനം. ഈ ദശകത്തിൻ്റെ വൃത്തം വസന്തതിലകം. വിരാട് പുരുഷോൽപത്തി രൂപേണ ഭഗവാന്റെ സ്ഥൂല ശരീരോൽപത്തിയെ പറ്റി വിവരിച്ചതിന് ശേഷം പ്രപഞ്ചരൂപമായ ശരീരത്തിലെ അവയവഭേദങ്ങളെ ഉപാസനയ്ക്ക് ഉപകരിക്കുന്ന വിധം പ്രത്യേകം എടുത്ത് വിവരിക്കുകയാണ്. വിശേഷേണ രാജിക്കുന്നതാണ് വിരാട്. അവയവങ്ങളെല്ലാം പ്രത്യേകം തെളിഞ്ഞ് പ്രകാശിക്കുന്നത് എന്ന് സാരം. പ്രപഞ്ചം ഒട്ടാകെ ഭഗവത് സ്വരൂപമായി കാണുന്ന ഈ വിരാട് സ്വരൂപ കൽപ്പന ഭാരത സംസ്കാരത്തിൻ്റെ നട്ടെല്ലും ഭക്തിയോഗത്തിൻ്റെ ജീവനാഡിയും ആകുന്നു. വേദപ്രസിദ്ധമായ പുരുഷ സൂക്തമാണ് ഇതിന് അവലംബം. അതിൻ്റെ കാലപ്പഴക്കാവട്ടെ ഇന്ന് വരെ അജ്ഞാതവുമാകുന്നു എന്നാണ് പറയണത്. ഈ ചതുർദശ ലോകം പറയുമ്പോൾ 7 അധോലോകം, ഭൂമി മുതൽ മേപ്പെട്ട് 7 ലോകം, ഊർധ്വലോകം. അത് താഴെന്ന് പറയുമ്പോൾ പാതാളം, രസാതലം, മഹാതലം, തലാതലം, സുതലം, വിതലം, അതലം, ഇങ്ങനെ 7 അധോലോകങ്ങൾ. പിന്നെ ഭൂലോകം മുതൽക്കുള്ള 7 ഊർധ്വലോകങ്ങൾ. അതായത് ഭൂമി, ഭൂവർലോകം, സ്വർഗലോകം, ജനലോകം, തപോലോകം, മഹർലോകം, സത്യലോകം. അങ്ങനെ അധോലോകത്തിലത്തെ ഏറ്റവും താഴത്തുനിന്നുള്ള പാതാളം, രസാതലം, മഹാതലം, അങ്ങനെ 3 അധോലോകങ്ങളെ പറ്റിയാണ് ഈ 1-ാമത്തെ ശ്ലോകത്തിൽ പറയണത്. ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ പാതാളമീശ തവ പാദതലം വദന്തി പാദോർദ്ധദേശമഭിദേവ രസാതലം തേ ഗുൽഫദ്വയം ഖലു മഹാതലമത്ഭുതാത്മൻ. ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ പാതാളം ഈശ തവ പാദതലം വദന്തി പാദോർദ്ധദേശം അഭിദേവ രസാതലം തേ ഗുൽഫദ്വയം ഖലു മഹാതലം അത്ഭുതാത്മൻ. ഹേ ഈശ, അല്ലയോ സർവശക്തനായ ഭഗവാനെ, ഏവം ഇപ്രകാരം ചതുർദശ ജഗന്മയതാം ഗതസ്യ, ഇപ്രകാരം 14 ലോകങ്ങളായിട്ട് രൂപം കൊണ്ടിരിക്കുന്ന തവ നിന്തിരുവടിയുടെ പാദതലം. പാദതലം പറയുമ്പോൾ ഉള്ളൻ കാലിനെയാണ് ഇവിടെ പാതാളമായിട്ട് പറയണത്. പാദതലം, പാതാളം വദന്തി. ഹേ ദേവ, ഹേ പ്രകാശസ്വരൂപ, തേ പാദോർദ്ധദേശം, അങ്ങയുടെ പുറവടി രസാതലമെന്നും പാദത്തിൻ്റെ മീതത്തെ ഊർദ്ധദേശം രസാതലമെന്നും അഭിരസാതലം വദന്തി എന്ന് പറയുന്നു. ഹേ അത്ഭുതാത്മൻ, അല്ലയോ അത്ഭുത രൂപനെ. ഗുൽഫദ്വയം, ഗുൽഫദ്വയം പറയുമ്പോൾ 2 നെരിയാണികൾ. മഹാതലം കലു, മഹാതലമെന്നും പറഞ്ഞു വരുന്നു. അല്ലയോ സർവശക്തനായ ഭഗവാനെ, ഇപ്രകാരം 14 ലോകങ്ങളായിട്ട് രൂപം കൊണ്ടിരിക്കുന്ന നിന്തിരുവടിയുടെ ഉള്ളൻകാലിനെ പാതാളമാണെന്ന് പറയുന്നു. ഹേ പ്രകാശസ്വരൂപ, അങ്ങയുടെ പുറവടി രസാതലമെന്നും പറയുന്നു. അല്ലയോ അത്ഭുത രൂപനെ, 2 നെരിയാണികൾ മഹാതലമെന്നും പറഞ്ഞു വരുന്നു. ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ പാതാളമീശ തവ പാദതലം വദന്തി പാദോർദ്ധദേശമഭിദേവ രസാതലം തേ ഗുൽഫദ്വയം ഖലു മഹാതലമത്ഭുതാത്മൻ. ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ പാതാളമീശ തവ പാദതലം വദന്തി പാദോർദ്ധദേശമഭിദേവ രസാതലം തേ ഗുൽഫദ്വയം ഖലു മഹാതലമത്ഭുതാത്മൻ. ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ പാതാളമീശ തവ പാദതലം വദന്തി പാദോർദ്ധദേശമഭിദേവ രസാതലം തേ ഗുൽഫദ്വയം ഖലു മഹാതലമത്ഭുതാത്മൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.